ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വെൻ ഈസ് ദ റൈറ്റ് ടൈം ടു ഗെറ്റ് മാരീഡ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏജ് ഉണ്ടോ നമ്മൾ ഈ ഏജിനുള്ളിൽ മാരീഡ് ആകണമെന്ന്? എൻ്റെ പ്രകാരം അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏജോ ഇല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ആണ്. അപ്പം നമ്മൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷറോ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നുള്ള പ്രഷറാകാം, അത്തരത്തിൽ നമ്മൾ വേറെയുള്ളവർ പ്രഷർ ചെയ്തിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല. അപ്പം നിങ്ങൾക്കറിയാം, മാരേജിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ ആരുടെയും പ്രഷർ കൊണ്ടോ ആരും ഫോഴ്സ്ഫുള്ളിയോ അല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്? അത് ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവരുടെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങും കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വലി ബേസ്ഡ് ആണ്. അത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ഓരോരുത്തരിലും ഇത് വേരി ആയിക്കൊണ്ടിരിക്കും. അപ്പം അതിന് കുറച്ച് ഒരു പോയിൻറ്റ്സ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ എല്ലാ പോയിൻറ്റ്സും എല്ലാവരുടെ ലൈഫിലും ഒരുപോലെ അപ്ലിക്കബിൾ ആകണമെന്നില്ല. ചില പോയിൻറ്റ്സ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ റിലേഷൻഷിപ്പ് ഇത് പ്രകാരം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു 50 തൊട്ട് 60% പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഓരോ പോയിൻറ്റ്സുകളിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ വേണമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നണം എന്നുള്ളതാണ്. ഇല്ലാതെ നിങ്ങളുടെ പാരൻസിൽ നിന്നോ ഇല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഉള്ള പ്രഷർ അല്ലാതെ നിങ്ങൾക്ക് ഇനി എനിക്ക് മുന്നോട്ട് ഒരു ലൈഫ് പാർട്ണർ വേണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളവർക്കാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാം, കുറേ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ടോക്സിക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് വാർത്ത കേൾക്കുന്നുണ്ട്. ഒരാളുടെ ലൈഫിലേക്ക് ഒരാളെ ഫോഴ്സ്ഫുള്ളി ക്ഷണിക്കുകയാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് വിവാഹത്തിന് വേണ്ടി. അപ്പോൾ അതിനെതിരെ അത് റിലേറ്റഡ് കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് 100% ജെന്യൂൻ ആണോ, അതിന് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഈ ചില റിലേഷൻഷിപ്പൊക്കെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സേഫായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ രണ്ടാൾക്കും ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആകാം, അതൊക്കെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലി ബേസ്ഡ് ആണ് അവരുടെ ഡിസിഷൻ. അപ്പം നിങ്ങൾ ആ ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കുക. കാരണം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ് വളരെയധികം അതൊരു പ്രോബ്ലമാറ്റിക് ലൈഫ് ആകരുത്. അതായത് ഇപ്പം എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാലായാലും ചിലപ്പോൾ ചിലവർക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ലവ് മാരേജ് ആയിട്ട് അത് വളരെയധികം നിങ്ങളൊരു ബുദ്ധിമുട്ടുന്ന ഒരു ജീവിതമാകരുത്. അതായത് ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അയാളെ കല്യാണം കഴിക്കുന്നില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഇപ്പം മാരേജ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസ്റ്റ്പോൺ ചെയ്യാം. ഓക്കെ, ഒരു വർഷം കൂടെ കഴിഞ്ഞ് ആർക്കെങ്കിലും ഒരു പാർട്ട്ണറിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു നല്ല ജോലിയായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. അടുത്ത ഒരു പോയിൻ്റാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. ഇത് ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണിൻ്റെയും അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം ചിലവർക്ക് ആഫ്റ്റർ മാരേജ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, അവർക്ക് എങ്ങനെ ലൈഫ് സെറ്റിൽ ആവണം എന്നുണ്ടാവും. പിന്നെ ചിലവർക്ക് നമ്മൾ മാരേജ് ഏത് രീതിയിൽ എത്ര ആഡംബരത്തോടെ കഴിക്കണം എന്നുണ്ടാവും. അപ്പം ഇതെല്ലാം ഡിപ്പെൻഡായിട്ട് ഓരോ പേഴ്സൺസിനും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ഒരു ബേസിക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വേണം. നമുക്ക് ഇപ്പോൾ ആഫ്റ്റർ മാരേജ് നമുക്ക് ജീവിക്കാനായിട്ട് ഒരു നിശ്ചിത എമൗണ്ട്, ഒരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ അതല്ലാതെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആ ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്കിപ്പം മെഡിക്കൽ എക്സ്പെൻസ് അധികമാവും ചില സമയത്ത്. പിന്നെ അതല്ലാതെ ട്രാവൽ എക്സ്പെൻസ് അധികമാവും. പിന്നീട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലപ്പം നമ്മൾ ഫസ്റ്റൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മളങ്ങനെ പുറത്ത് പോയി അധികം ഫുഡ് കഴിക്കാത്തവരായിരിക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പുറത്ത് ഇടയ്ക്ക് ഒരു ഫുഡിന് പോകുന്നുണ്ടാവും, മൂവിക്ക് പോകും. പിന്നെ അതേപോലെ തന്നെ മാരേജ് ഫങ്ഷൻസ് വരും. അപ്പം അങ്ങനെ കുറേ, അതായത് നമ്മൾ ഒറ്റയ്ക്കായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴുള്ളതിനെക്കാട്ടും കുറേ ആഡ് ഓൺ എക്സ്പെൻസ് കൂടുതലായി വരും. അതല്ലാതെ ഇപ്പോൾ ചിലവർക്കൊക്കെ ഇപ്പം നമ്മൾ സിംഗിളായിട്ടുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഷെയർഡ് റൂമിലായിരിക്കും. പിന്നെ നമ്മൾക്കപ്പം അധികം കല്യാണം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു ഷെയർഡ് റൂമൊന്നും ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു
സെപ്പറേറ്റ് വീട് മാറി താമസിക്കേണ്ടി വരും. അപ്പം അങ്ങനെ കുറേ അധികം എക്സ്പെൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ട് നിങ്ങളുടെ ഇത് ആവശ്യപ്രകാരം നിങ്ങൾക്കൊരു ഇത്ര ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്ന ശേഷം ഓക്കെ എനിക്ക് കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ബാക്കി പോയിൻറ്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എത്ര പോയിൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയയ്ക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പോയിൻ്റാണ് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.